ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ആലുവയിലെ വിവിധയിടങ്ങളിൽ നടത്തിയ ശോഭയാത്രകൾ വർണ്ണാഭമായി. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാശോഭയാത്ര ആരംഭിച്ചത്. നിശ്ചല ദൃശ്യങ്ങളും നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരന്നത് ശോഭയാത്രയ്ക്ക് കൂടുതൽ മിഴിവേകി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ആലുവയിലെ ഗ്രാമീണ മേഖലകളിൽ രാവിലെയായിരുന്നു ശോഭയാത്രകൾ. വൈകിട്ടാണ് ആലുവ നഗരം കേന്ദ്രീകരിച്ച് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശോഭയാത്ര നടത്തിയത്. നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരന്നു. നിശ്ചല ദൃശ്യങ്ങളും ഉറിയടിയും നൃത്തനൃത്യങ്ങളും ശോഭയാത്രയ്ക്ക് കൂടുതൽ മിഴിവേകി. ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ ശോഭയാത്രയിൽ പങ്കെടുക്കാനെത്തിയ ഗോപികമാർക്ക് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. മഹാശോഭയാത്ര വീക്ഷിക്കാൻ വൻ ജനാവലിയാണ് നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ കാത്തുനിന്നത്. പെരുമ്പള്ളി ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് 5 മണിയോടെ ആരംഭിച്ച ശോഭയാത്ര രാത്രി 7:30 നഗരം ചുറ്റി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ചു. ബാലഗോകുലം ജില്ലാ കാര്യദർശി ജി പത്മകുമാർ, താലൂക്ക് കാര്യദർശി ആനന്ദ്, നഗരസഭാ കൌൺസിലർമാരായ എസ് ശ്രീകാന്ത്, ശ്രീലത രാധാകൃഷ്ണൻ, വിവിധ സംഘടനാ ഭാരവാഹികളായ എ സെന്തിൽകുമാർ, ആർ പത്മകുമാർ, ആർ രാജശേഖരൻ, സതീഷ് കുമാർ, ജയപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. നൊച്ചിമ വിവേകാനന്ദ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവേകാനന്ദാശ്രമത്തിൽ നിന്നും ആരംഭിച്ച ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര ഗ്രാമപ്രദക്ഷിണം നടത്തി പോട്ടുച്ചിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് ഉണ്ണിയൂട്ടും രാത്രി 12-ന് ജനന ദർശനവും നടത്തി. ന്യൂസ് ബ്യൂറോ, ആലുവ. 1ാം വാർഷികത്തിന്റെ നിറവിൽ നമ്മുടെ സ്വന്തം നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് MG റോഡ് വെറും 1% മാത്രം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് സ്വർണ്ണവില ബ്ലോക്ക് ചെയ്യും. ഇനി ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. ഓഗസ്റ്റ് 17 മുതൽ ഓഗസ്റ്റ് 25 വരെ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.